ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഇന്നും നമുക്കൊരു സൽക്കാര വീഡിയോ ആണ് കേട്ടോ. തക്കാര വീഡിയോ ആണ്. ലക്ഷദ്വീപിലെ തക്കാരം ഒരു വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. അത് എൻ്റെ ആങ്ങളയുടെ ഭാര്യ വീട്ടിലായിരുന്നു. ഇത് ഇപ്പോൾ ഉമ്മാന്റെ ആങ്ങളയുടെ ഭാര്യ വീട്ടിലാണ്. അതായത് എൻ്റെ ഉമ്മാമ പാല് കൊടുത്ത് വളർത്തിയ മോനാണ്. ഇവർക്ക് സ്വന്തം ആങ്ങളെ പോലെയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം മാമനെ എങ്ങനെയാണോ ഞങ്ങൾ കാണുന്നത് അതുപോലെ തന്നെയാണ് കാണുന്നത്. ആള് ഫയർഫോഴ്സിൽ പോലീസാണ്. ഇപ്പോൾ ഇവിടെ ഇല്ല, കവരത്തിലാണോ? ഇല്ല, കൊച്ചിയിലാണ് ഉള്ളത്. അവര് ഉമ്മയും പാപ്പയും കൂടെ ഉംറക്ക് പോകാൻ വേണ്ടി അവര് യാത്രയാക്കാൻ വേണ്ടി അവര് കഴിഞ്ഞ ഷിപ്പില് പോയിട്ടുണ്ട്. എഹിയ എന്നാണ് പേര്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾക്ക് ഇന്ന് തക്കാരം. അപ്പോൾ അവരുടെ കല്യാണത്തിന്റെ ടൈമിൽ നമ്മളിവിടെ ഉണ്ടായിരുന്നില്ല. ഭാര്യ വീടൊന്നും നമ്മളിതുവരെ കണ്ടിട്ടില്ല. നമ്മൾ മര്യാദക്ക് ഇവിടെ ഉണ്ടാവാറില്ലല്ലോ. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാവുന്ന ടൈമിൽ പെട്ടെന്ന് തന്നെ നമ്മൾ വന്നിട്ട് പോവുകയാണ് ചെയ്യാറ്. അപ്പോൾ ഭാര്യ വീടൊന്നും കാണാൻ പറ്റിയില്ല ഇതുവരെ. അപ്പോൾ ഇപ്പോൾ നമുക്ക് അവിടെ തക്കാരമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടുത്തതും കൂടി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാ തക്കാരം എടുത്ത് വെറുപ്പിക്കാണെന്ന് വിചാരിക്കരുത്. ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് ഉണ്ടായിരുന്നു. ഇന്നലെ നമുക്ക് നാളെ ഉണ്ട്. ഇന്ന് കഴിഞ്ഞ ദിവസം രാത്രി നമുക്ക് ഉമ്മാന്റെ മാമന്റെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വീഡിയോസ് ഒന്നും നമ്മൾ എടുത്തില്ല. ഇതിപ്പോ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ടുണ്ടെങ്കിലോ ഉണ്ടോ ഇല്ലേ എന്നറിയാലോ. പിന്നെ മിക്കതും ലക്ഷദ്വീപിലെ ഫുഡ് എല്ലാം സെയിം തന്നെ ആയിരിക്കും, വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. എന്നാലും അതും കൂടെ നിങ്ങൾക്ക് ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം അല്ലേ? അതെ, ഓക്കെ. അപ്പൊ നമ്മള് കൂട്ടാനായിട്ട് ഇപ്പൊ ഓട്ടോ വരും. നമ്മൾ റെഡി ആയിട്ട് ഓട്ടോ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ റെഡി ആയി നിൽക്കുമ്പോൾ അവരുടെ അടുത്ത് പറയും. അപ്പൊ അവര് ഓട്ടോ അയക്കും. ഇപ്പൊ ഓട്ടോ അയക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ കാത്തു നിൽക്കണം അല്ലേ? അതെ, ഓക്കെ. അപ്പൊ നമുക്ക് ഇന്നത്തെ പോയി വന്നിട്ട് കാണാം അല്ലേ? അതെ. അങ്ങനെ ഇപ്പോൾ ഓട്ടോറിക്ഷ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷയിൽ പോവാണ്. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് കേട്ടോ വീട്. നമ്മുടെ വീട് കീച്ചേരിയും അവരുടേത് ഷെമ്മച്ചേരിയുമാണ്. അപ്പോൾ കുറച്ച് പോകാനുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന വഴി അവിടുന്ന് കുട്ടികൾക്ക് എന്തെങ്കിലും ചോക്ലേറ്റോ എന്തെങ്കിലും ബിസ്ക്കറ്റോ അങ്ങനെയൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. അവിടെ ഒരു മോനുണ്ട്. അവർക്ക് ഒരു 2.5-3 വയസ്സെന്തോ ഉള്ള ഒരു മോനുണ്ട്. അപ്പോൾ മോന് വേണ്ടിയിട്ട് എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ കടയിൽ കയറിയപ്പോൾ ഇത്രയും നമ്മുടെ ദ്വീപിൽ ഇത്ര നല്ല നല്ല ചോക്ലേറ്റിൻ്റെ പ്രീമിയം ചോക്ലേറ്റിൻ്റെ ഷോപ്പൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ കാണുന്നത്. അപ്പോൾ നല്ല നല്ല ഷോപ്പ് നമ്മുടെ എവിടെയും വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിതേ വന്ന് അവരുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ അവരുടെ വീട്. ഇതാണ് അവരുടെ റൂം. അതായത് ഞാൻ പറഞ്ഞില്ലേ ഉമ്മായുടെ ആങ്ങളയുടെ റൂമാണിത്. അവർക്കിതേ ഇപ്പോൾ ചെറിയൊരു കുഞ്ഞു വാവയുണ്ട്. പിന്നെ ഒരു മോനും കൂടിയുണ്ട്. കുഞ്ഞു വാവയ്ക്കിപ്പോൾ 2 മാസമോ അത്ര എന്തോ ആവുന്നതേ ഉള്ളൂ. പിന്നെ ഞാനും ഞങ്ങളെല്ലാവരും പിന്നെ ഉമ്മാൻ്റെ അനിയത്തിയും മക്കളും ഞങ്ങളെല്ലാവരും കൂടിയായിരുന്നു കേട്ടോ പോയത്. ഇതേ ഞാൻ റൂം ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ ഇവരുടെ കല്യാണം കഴിഞ്ഞ് കുറേ ആയി, ഒരു 4 വർഷമൊക്കെ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം മോന് എമ്മിനേക്കാളും കുറച്ച് വലിയ മോനുണ്ട്. ഇതാണ് അവരുടെ മോൻ. ഈ കളിക്കുന്നതാണ് കേട്ടോ അവരുടെ മോൻ. അപ്പോൾ എന്തായാലും ഒരു 3-4 വർഷമായിട്ടുണ്ടാവണം കല്യാണം കഴിഞ്ഞിട്ട്. ചിലപ്പോൾ അതിൽ കൂടുമായിരിക്കും, അങ്ങനെ അറിയില്ല. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി കട്ടിലിൽ കയറി തുള്ളാൻ തുടങ്ങി. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ് സുമയുടെ വീട്ടിൽ പോയപ്പോൾ തന്നെ ഇതന്നെയായിരുന്നു പരിപാടി. പിന്നെ അവർ രണ്ടുപേരും നല്ല കമ്പനിയായി, വെറും ചാട്ടം തന്നെയായി. ഇതന്നെയായിരുന്നു അവരുടെ മെയിൻ പരിപാടി. അപ്പോൾ നമ്മൾ റൂമിൽ തന്നെ ഇരിക്കും. അപ്പോൾ നമ്മളെ ഫുഡൊക്കെ എടുത്ത് വെച്ചതിന് ശേഷമായിരിക്കും അങ്ങോട്ട് വിളിക്കുന്നത്. അപ്പോൾ അതുവരെ നമ്മൾ റൂമിൽ തന്നെ വെയിറ്റ് ചെയ്തിരിക്കും. അവരുടെ റൂമിൽ തന്നെയായിരുന്നു നമ്മൾ ഇരുന്നത്. ആ ടൈമിൽ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു. പിന്നെ ഇനി എൻ്റെ കുറച്ച് പ്രഹസനങ്ങൾ കാണാം. അതായത് അവരുടെ റൂം ഞാൻ ജസ്റ്റ് ഒന്ന് ഫുള്ളും റൗണ്ട് ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ. അങ്ങനെയാണ്, എല്ലാത്തിൻ്റെ പ്രഹസനമൊന്നും അല്ല കേട്ടോ. അതായത് അവരുടെ ഫോട്ടോ ഫ്രെയിമാണ്. ഇതാണ് അവർ. റൂമൊക്കെ മാഷാല്ലാ നല്ല റൂമായിരുന്നു. ആദ്യമായിട്ടാണ് വരുന്നത്, ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത്. ഈ ഭാഗത്തേക്ക് തന്നെ, ഈ ഷെമ്മച്ചേരി ഭാഗത്തേക്ക് തന്നെ ഞാൻ അധികം വന്നിട്ടില്ല. ഒന്നാമത് എനിക്ക് നാട്ടിലെവിടെയും പരിചയമില്ല. പിന്നെ ഈ ഭാഗത്തേക്കൊന്നും വന്നിട്ടില്ല. പിന്നെ രാത്രിയായിരുന്നു വന്നത്, അതുകൊണ്ട് ശരിക്കും വഴി പോലും അറിയില്ല. അങ്ങനെ എന്തായാലും വന്ന് എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മളെ ഫുഡ് കഴിക്കാനായിട്ട് വിളിച്ചു.
ദേ എപ്പോഴത്തേതും പോലെ നമ്മുടെ ദേശീയ ഭക്ഷണമായ കെലാഞ്ചിയും ഫളവും ആണ് ആദ്യം നമുക്ക് വെച്ചത്. നമ്മൾ അങ്ങനെ മധുരത്തിൽ തന്നെയാണ് കേട്ടോ തുടങ്ങുന്നത്. പിന്നെ അത് കായ്പോളയും കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒറോട്ടിയും ചിക്കൻ കറിയും ബീഫ് കറിയും കൂടെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടർ എന്ന് പറയുന്നത്. ഓരോ വീട്ടിലും ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ ഈ കെലാഞ്ചി ഒറോട്ടി എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണ്, അതിലൊന്നും ഒരു മാറ്റമില്ല. നിങ്ങളിപ്പോൾ ലക്ഷദ്വീപിൽ ലക്ഷദ്വീപിൽ നിന്ന് കറക്റ്റ് ഞാൻ പറയുന്നില്ല, ആന്ധ്രാദ്വീപിൽ നിങ്ങൾ ഏത് വീട്ടിൽ പോയാലും തക്കാരത്തിന് വേണ്ടി പോയാലും നിങ്ങൾക്ക് ഇതൊക്കെ തന്നെ ആയിരിക്കും കിട്ടുന്നത്. ഇതിൻ്റെ കൂടെ ചിലപ്പോൾ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുണ്ടെങ്കിലും മെയിനായിട്ട് ഇതൊക്കെ തന്നെയാണ് ഉണ്ടാവുക. ഇപ്പം ഞങ്ങൾ ഇതുവരെ സൽക്കാരത്തിന് പോയ എല്ലാ വീട്ടിലും ഒറോട്ടി, കെലാഞ്ചി, പിന്നെ നമുക്ക് നെയ്ച്ചോറാണ് കേട്ടോ. ഇപ്പോൾ കേരളത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബിരിയാണിയൊക്കെ ആയിരിക്കുമല്ലോ കൂടുതൽ തരുന്നത്. നമുക്കിവിടെ നെയ്ച്ചോറ് തന്നെയാണ് കൂടുതൽ കാര്യം. ബിരിയാണിയേക്കാളും കൂടുതൽ നമുക്ക് കാര്യം നെയ്ച്ചോറാണ്. പിന്നെ ബിരിയാണി ഇഷ്ടമാണ് കേട്ടോ, ഇഷ്ടമില്ലാണ്ടൊന്നുമല്ല. അങ്ങനെ പിന്നെ ഇതേ നമുക്ക് ചിക്കൻ ഫ്രൈ വന്നിട്ടുണ്ട്. പിന്നെ ഇത് ബീഫ് റോസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോന്നായിട്ട് വരുന്നുണ്ട്. രാത്രി ആയതുകൊണ്ട് എനിക്കിതും കഴിക്കാൻ പറ്റില്ല കേട്ടോ. എനിക്ക് കുഴപ്പമില്ല, നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടില്ല. ഞാൻ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു 9 മണിയൊക്കെ കഴിഞ്ഞു. ഇത്ര ഡിലേ ആയിട്ട് ഞാൻ ഫുഡ് കഴിക്കാറില്ല. കഴിച്ചാൽ അന്നത്തെ എൻ്റെ ദിവസം പോയി. കാരണം എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. അത്രയും വല്ലപ്പോഴുമൊക്കെ കഴിക്കും കേട്ടോ. അപ്പോൾ വല്ലപ്പോഴും ഒന്ന് പുറത്തൊക്കെ പോയി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കഴിക്കാറുണ്ട്. അല്ലാതെ ഡെയിലി ഞാനിങ്ങനെ കഴിക്കാറില്ല. രാത്രി സമയങ്ങളിൽ ഞാൻ മാക്സിമം കഴിക്കാറില്ല. അങ്ങനെ എല്ലാവരും കെലാഞ്ചി കഴിച്ച് കഴിഞ്ഞപ്പോൾ അടുത്തത് ഒറോട്ടി തുടങ്ങിയിട്ടുണ്ട്. കെലാഞ്ചി നമുക്ക് എന്താ പറയുക, എത്ര കഴിച്ചാലും വയറൊന്നും നിറയില്ല, കാരണം ഭയങ്കര തിന്നാണല്ലോ. പിന്നെ നമ്മൾ മധുരമായതുകൊണ്ട് കഴിക്കുന്നതിനൊരു ലിമിറ്റുണ്ടല്ലോ. പിന്നെ ഒറോട്ടിയാണ് വരുന്നത്. ഒറോട്ടിയും ഈ പറഞ്ഞ പോലെ നൈസാണ്, നല്ല കട്ടിയായിട്ടുള്ള തേങ്ങയുടെ 1-ാം പാലിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് എടുക്കുന്നതാണ് കേട്ടോ. അതും ചിക്കൻ കറിയും കൂട്ടിയൊക്കെ കഴിക്കണം, എന്താ ടേസ്റ്റ്. തേങ്ങ അരച്ച ചിക്കൻ കറി കൂടിയാണെന്നുണ്ടെങ്കിൽ പറയുകയും വേണ്ട, ഒരു രക്ഷയില്ല. പിന്നെ അതിനിടയ്ക്ക് ചോറൊക്കെ വന്നു, പിന്നെ പപ്പടം എല്ലാം വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കഴിക്കാൻ തുടങ്ങി. ഞാനിങ്ങനെ ചുമ്മാ അവിടെ ഇരുന്ന് അവരുടെയൊക്കെ വീഡിയോ എടുക്കുന്നു. ചിക്കൻ കഴിക്കുന്നതല്ലാതെ ചോറൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അവിടെ ചുമ്മാ ഇരിക്കില്ല, അവരുടെ അടുത്ത് ഞാൻ ടേബിളിൽ തന്നെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ആ ടൈമിൽ എൻ്റെ സൗന്ദര്യം ഇങ്ങനെ ആസ്വദിക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഫ്രൂട്ട്സൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അവർ കഴിയാനായി ഏകദേശം. ഫ്രൂട്ട്സും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ടില്ല. നമ്മൾ കഴിയാൻ ഏകദേശം ആകുമ്പോഴത്തേക്കും ഫ്രൂട്ട്സും കൂടി കൊണ്ടുവന്ന് വെക്കുമല്ലോ, അങ്ങനെ ഫ്രൂട്ട്സും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ വത്തക്ക, പിന്നെ ആപ്പിൾ, ഓറഞ്ച്, അങ്ങനെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫ്രൂട്ട്സും കഴിച്ചില്ല, വെറുതെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് ഫ്രൂട്ട്സും കഴിച്ചില്ല. അങ്ങനെ എല്ലാവരും ഏകദേശം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. തേങ്ങാച്ചോറൊന്നും ആരും തൊട്ടിട്ടില്ല എന്ന് തോന്നുന്നു. നെയ്ച്ചോറാണ് പിന്നെയും കഴിച്ചത്. തേങ്ങാച്ചോറ് അങ്ങനെ തന്നെ അവിടെ കിടക്കുന്നുണ്ട്. അവരിടയ്ക്ക് ചോറിടാൻ പോയപ്പോഴും നമ്മൾ സമ്മതിച്ചില്ല, കുറച്ച് കഴിച്ചുള്ളൂ. രാത്രി ആയതുകൊണ്ട് അങ്ങനെ ഹെവി ആയിട്ട് കഴിച്ചില്ല. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. വീണ്ടും അവരവരുടെ കളി തുടങ്ങി. അപ്പോൾ ആൾക്ക് എമ്മിനെ ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ അവർ രണ്ടുപേരും പെട്ടെന്ന് തന്നെ കമ്പനിയായിട്ട്. പിന്നെ എനിക്ക് അവിടെ ഡ്രസ്സിങ് ടേബിളിൽ മിററൊക്കെ കണ്ടപ്പോൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ തോന്നി. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ ചുമ്മാ അങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോഴത്തേക്ക് അവർ രണ്ടുപേരും എൻ്റെ അടുത്തേക്ക് വന്നു. ഈ ബാക്ക് സൈഡിൽ കാണുന്നതാണ് അവരുടെ വാഷ്റൂം. ഇതൊരു ഡ്രസ്സിങ് ഏരിയ പോലെയാണുള്ളത്. പിന്നെ അവർ പഴയ കളി തുടങ്ങി. ഞാൻ സുമയുടെ വീട്ടിൽ നിന്ന് പറഞ്ഞില്ലേ, കറങ്ങുന്ന കസേരയിലിരുന്ന് ഇങ്ങനെ കറങ്ങാൻ തുടങ്ങി. അതോടെ എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതി, അല്ലെങ്കിൽ റൂമൊക്കെ അലമ്പാക്കുമല്ലോ. അപ്പോഴത്തേക്കും ഉമ്മ ബാക്ക് സൈഡിൽ ഇരുന്നിട്ട് ഫൊയില വലിക്കുകയാണ്. ഇത് എന്താ പറയുക, ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഒരു ചടങ്ങെന്ന് പറയാം. ഇത് അവരുടെ വീടിൻ്റെ ബാക്ക് സൈഡാണ്. ഇവിടെ ഇട്ടിട്ടാണ് ഈ ഫൊയിലക്കൊക്കെ തീ കത്തിച്ചത്. നമ്മൾ ചിരട്ടക്കണ്ണലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. കൽക്കരിയല്ല, ചിരട്ടക്കണ്ണൽ തന്നെയാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഫൊയിലൊക്കെ ഇങ്ങനെ വാങ്ങാൻ കിട്ടും. ഒരു കറുത്ത കളറാണ്, കുറച്ചൊരു പേസ്റ്റ് പോലെയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ പോയിട്ട് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഫുഡൊക്കെ നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു, മാഷാല്ലാ. പിന്നെ ഞാൻ കഴിച്ചില്ല, പക്ഷേ കണ്ടറിയല്ലോ നമുക്ക് ഫുഡ്. ഇവരൊക്കെ പറയുന്നുണ്ടായിരുന്നു നല്ല ഫുഡാണെന്ന്.
പിന്നെ വീണ്ടും പവർ കട്ട് തന്നെയാണ്, കറണ്ടില്ല. ഇതാണ് ഇവിടുത്തെ പ്രശ്നം, കറണ്ടില്ല. കുറച്ച് സമയം കറണ്ട് ഉണ്ടെങ്കിൽ കുറേ സമയത്തേക്ക് പിന്നെ കറണ്ട് ഉണ്ടാവില്ല. അതാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ. എത്രയും പെട്ടെന്ന് ശരിയാവട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെയുള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.